സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് പലയിടത്തും 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണമുണ്ടായി. വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചതും വൈദ്യുതിയുടെ ലഭ്യതയിൽ കാര്യമായ കുറവ് വന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം. ഗോകുൽനാഥ് അച്ഛാദിനായക വീണ്ടും പഴയ ദിനങ്ങൾ തിരിച്ചു വന്നു അല്ലേ? 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വീണ്ടും വൈദ്യുതി മുടങ്ങി പലയിടങ്ങളിലും അല്ലേ? അരുൺകുമാർ, തീർച്ചയായും എന്തായാലും ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും സംസ്ഥാനത്ത് പവർ കട്ട് അതിരൂക്ഷമാവുകയാണ്. വൈദ്യുത പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലവിൽ KSEB കാരണമായി അറിയിക്കുന്നത്. എൽനിനോ പ്രതിഭാസം, അതുപോലെ തന്നെ മഴയിലുണ്ടായ കുറവ്, അതേപോലെ തന്നെ ഉഷ്ണതരംഗം, ഇതൊക്കെ തന്നെയാണ് സംസ്ഥാനത്ത് ഈ വൈദ്യുത ഉപഭോഗത്തിൽ വലിയ ഗണ്യമായ കൂടുതൽ ഉണ്ടാക്കിയെന്നുള്ളതാണ് KSEB അറിയിക്കുന്നത്. ഏകദേശം 300 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വൈദ്യുതി വരെ ഇന്നത്തെ ഒരു ദിവസം ആവശ്യമായി വരുന്ന ഘട്ടത്തിലും പശ്ചാത്തലത്തിലുമാണ് ഇപ്പോൾ KSEB ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതായത് വൈകുന്നേരം 7 മണി സമയം മുതൽ തന്നെ 9 മണിക്കിടയിൽ ഉള്ള സമയത്ത് അരമണിക്കൂർ വരെ, അതായത് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങാനുള്ള ഒരു സാധ്യതയാണ്. അതായത് ഒരു വലിയ പ്രദേശത്തേക്കോ അല്ലെങ്കിൽ ചെറിയൊരു പ്രദേശത്തേക്കോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വൈദ്യുത ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ആവശ്യമായി വരുമെന്നുള്ളതായിരുന്നു KSEB അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ പലയിടത്തും അരമണിക്കൂറിൽ അധികമായി തന്നെ പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ 9 മണി സമയത്തോടനുബന്ധിച്ച് അരനിമിഷത്തേക്ക് ഇപ്പോൾ പവർ കട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം ഒരു 86 മെഗാവാട്ട് വൈദ്യുതിയാണ് സംസ്ഥാനത്തിന് ഇപ്പോൾ നിലവിൽ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. 86 ദശലക്ഷം മെഗാവാട്ടാണ് ആവശ്യമായിട്ടുള്ളത്. അതേസമയത്ത് തന്നെ സംസ്ഥാനത്തിന്റെ ഈ ഉൽപ്പാദനം 10 ദശലക്ഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഒരു പവർ കട്ടിന്റെ കാര്യത്തിലേക്ക് കാര്യങ്ങൾ KSEB നീങ്ങിയിരിക്കുന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ KSEB അറിയിക്കുന്നത് ഈ എൽനിനോ പ്രതിഭാസവും അതേപോലെ തന്നെ ഈ ഉഷ്ണതരംഗവും ഒക്കെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് പലപ്പോഴും സംസ്ഥാനത്ത് മഴ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡാമിലെ വെള്ളത്തിന്റെ അളവ് 3-1 കുറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വരും ദിവസങ്ങളിലും ഈ പവർ കട്ട് ആവശ്യമായി വരുമെന്നുള്ളത് തന്നെയാണ് KSEB അറിയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 7 മണി സമയം മുതൽ തന്നെ 9 മണിക്ക് ഇടയിലുള്ള സമയത്ത് 30 മിനിറ്റോളം വൈദ്യുതി ഇത്തരത്തിൽ പവർ കട്ടിലൂടെ ലാഭിക്കാനാകുമെന്നുള്ളതാണ് ഇപ്പോൾ KSEB അറിയിക്കുന്നത്. അതിന് പ്രകാരം ഇപ്പോൾ പലയിടത്തും ഇപ്പോൾ പവർ കട്ട് തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പവർ കട്ട് അതിരൂക്ഷമായി തുടരുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ പലയിടത്തും ഈ സമയത്തോടനുബന്ധിച്ച് പലയിടത്തും കറണ്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഈ കേന്ദ്രത്തിന്റെ തന്നെ പൂളിൽ നിന്ന് ലഭിക്കേണ്ട വൈദ്യുതിയുണ്ട്. ആ വൈദ്യുതിയും ലഭിക്കാത്ത ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വീണ്ടും പവർ കട്ട് തിരിച്ചു വന്നിരിക്കുന്നു.